തമിഴ്നാടിന്റെ താൽപര്യങ്ങൾ പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് വ്യക്തമാക്കി. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ദില്ലിയിൽ ചേർന്ന നീതി ആയോഗ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശക്തമായ സഹകരണ ഫെഡറലിസത്തിലൂടെ മാത്രമേ വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുകയുള്ളൂവെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചു. കേന്ദ്രത്തോട് സഹകരണ നിലപാട് പ്രഖ്യാപിക്കുമ്പോഴും സംസ്ഥാനത്തിന്റെ പരമാധികാരത്തിലും വിദ്യാഭ്യാസ നയത്തിലും വിട്ടുവീഴ്ചയില്ലെന്ന കടുത്ത നിലപാടിലാണ് വിജയ്. നീറ്റ് പരീക്ഷയോടുള്ള തമിഴ്നാടിന്റെ പരമ്പരാഗതമായ എതിർപ്പ് നീതി ആയോഗ് യോഗത്തിലും മുഖ്യമന്ത്രി പരസ്യമാക്കി. മെഡിക്കൽ പ്രവേശനത്തിന് നീറ്റ് പരീക്ഷ ഒഴിവാക്കണമെന്നും സംസ്ഥാനത്ത് 12ാം ക്ലാസ് പരീക്ഷയിൽ ലഭിക്കുന്ന മാർക്കിന്റെ മാത്രം അടിസ്ഥാനത്തിൽ പ്രവേശനം നൽകുന്ന പഴയ സംവിധാനം പുനഃസ്ഥാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേന്ദ്രത്തിന്റെ ത്രിഭാഷാ നയത്തോടുള്ള തമിഴ്നാടിന്റെ വിയോജിപ്പ് ആവർത്തിച്ച വിജയ് സമഗ്ര ശിക്ഷ അഭിയാൻ പദ്ധതിയുടെ ഫണ്ട് യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ലാതെ സംസ്ഥാനത്തിന് എത്രയും വേഗം ലഭ്യമാക്കണമെന്നും കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. അതേസമയം നീതി ആയോഗ് യോഗത്തിൽ പങ്കെടുക്കാനായി മുഖ്യമന്ത്രി വിജയ് ദില്ലിയിലേക്ക് നടത്തിയ യാത്രയെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളും വിമർശനങ്ങളും ഉയർന്നിരുന്നു. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത IAS ഉദ്യോഗസ്ഥരെ ഔദ്യോഗിക സംഘത്തിൽ ഉൾപ്പെടുത്താതെ സ്വന്തം സുഹൃത്തുക്കൾക്കും പേഴ്സണൽ ബോഡി ഗാർഡുകൾക്കുമൊപ്പം പ്രത്യേക ചാർട്ടേഡ് വിമാനത്തിലാണ് മുഖ്യമന്ത്രി ദില്ലിയിലെത്തിയത് എന്നതായിരുന്നു വിമർശനം. എന്നാൽ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഔദ്യോഗിക വിശദീകരണവുമായി തമിഴ്നാട് സർക്കാർ വൃത്തങ്ങൾ രംഗത്ത് വന്നു. മുഖ്യമന്ത്രി വിജയുടെ ദില്ലി യാത്ര പൂർണ്ണമായും അദ്ദേഹത്തിന്റെ സ്വന്തം ചെലവിലാണ് നടത്തിയതെന്നും സർക്കാർ ഖജനാവിൽ നിന്ന് ഇതിനായി പണം ചെലവഴിച്ചിട്ടില്ലെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി. മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ഔദ്യോഗിക പ്രോട്ടോകോൾ നിയന്ത്രണങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെയാണ് യാത്ര ക്രമീകരിച്ചതെന്നും അധികൃതർ വ്യക്തമാക്കി. തമിഴ്നാടിന്റെ താൽപര്യങ്ങൾ പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നാണ് എന്തായാലും വിജയ് വ്യക്തമാക്കിയിരിക്കുന്നത്. ദില്ലിയിൽ ചേർന്ന യോഗത്തിൽ സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. എന്തായാലും ശക്തമായ സഹകരണത്തിലൂടെ മാത്രമേ വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുകയുള്ളൂവെന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. എന്തായാലും വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലാണ് നമ്മളെല്ലാവരും ഉറച്ചു നിൽക്കുന്നത്. അതിനൊപ്പം തന്നെ വിട്ടുവീഴ്ചയില്ലാതെ മുന്നേറുമെന്ന് വിജയ് പറയുകയും ചെയ്തു. എന്തായാലും കേന്ദ്രത്തിന്റെ ത്രിഭാഷാ നയത്തോടുള്ള തമിഴ്നാടിന്റെ വിയോജിപ്പ് ആവർത്തിച്ച് വിജയ് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും വിജയുടെ ഇത്തരത്തിലുള്ള നീക്കങ്ങളെ വിമർശകർ അതിൻ്റെതായ രീതിയിൽ വിമർശിക്കുന്നുണ്ട്. എന്തായാലും തമിഴ്നാടിന്റെ താൽപര്യങ്ങൾ പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് വിജയ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരെ പോലും ഒഴിവാക്കിയുള്ള വിജയുടെ ഈ യാത്ര വിമർശകർ ഏറ്റുപിടിക്കുമ്പോൾ അത് സ്വന്തം ചെലവിൽ തന്നെയാണ് അദ്ദേഹം നടത്തിയതെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകുന്ന വിശദീകരണം.